എൻ്റെ പേര് ഷീബ ടൈജു. ഞാൻ എറണാകുളം വഴുതലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 25-ാം തീയതി 2003 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകളാണ്. എനിക്ക് ഒരേ ഒരു മകളാണുള്ളത്. മകൾ +2 കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കും എന്നുള്ള ആലോചനയിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ BSc നഴ്സിംഗ് എടുക്കാമെന്നുള്ള തീരുമാനമായി മുന്നോട്ട് പോയി ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്ത് ഇത്രയും വർഷത്തിനിടയിൽ ഒരു ടൂറ് പോലും ഞങ്ങളുടെ അരിയത്തുനിന്ന് വിടാത്ത മകളെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ബാംഗ്ലൂർ നഴ്സിംഗ് പഠനത്തിന് വിടുകയും അവിടെ ചെന്ന് ഹോസ്റ്റൽ പഠനം ആരംഭിച്ച് 2 ആഴ്ച ആയപ്പോഴേക്കും മകൾക്ക് ക്ലൈമറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൊണ്ടവേദന, പനി, മറ്റ് അസുഖങ്ങളും എല്ലാം വന്നു തുടങ്ങി. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ആഴ്ചകളോളം ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയും ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അസുഖങ്ങൾ വരികയും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമത്തിലായി. ഇനി മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയിൽ മകൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എനിക്ക് വേണ്ടി. നമ്മൾ ഇത്രയും ക്യാഷൊക്കെ കെട്ടിയതല്ലേ, ഇനി തുടർന്ന് മുന്നോട്ട് തന്നെ ചിന്തിക്കണം, പുറകോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അമ്മ പോയി മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനാൽ എൻ്റെ അസുഖങ്ങളും മാറും, എനിക്ക് പഠിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ഫസ്റ്റ് നിയോഗം മകളുടെ നിയോഗമായിട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞു പോയി. ഫസ്റ്റ് സെം എക്സാം വന്ന് മകൾക്ക് അസുഖത്തിനൊന്നും കുറവില്ല. എക്സാം അടുത്ത ദിവസവും മകൾ പറഞ്ഞ്, ഞാൻ അസുഖമായിട്ട് കിടക്കണേണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും പഠിച്ചിട്ട് തലയിൽ കയറണമില്ല. ഒരു കാരണം കൊണ്ട് മലയാളം മീഡിയം കുട്ടിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റുന്നില്ല. കൂടെയുള്ള പിള്ളേരും എന്നോട് വിളിച്ചു പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നില്ല, കിടപ്പോട് കിടപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വളരെ വിഷമം തോന്നി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും എൻ്റെ മകളെ ഒന്ന് എക്സാം എഴുതാനായിട്ട് സഹായിച്ചേക്കണേ. അപ്പം മകൾ പറഞ്ഞു, അമ്മേ ഞാൻ 2-3 ക്വസ്റ്റ്യൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വരുന്ന ക്വസ്റ്റ്യൻ വേറെ ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ മകളോട് പറഞ്ഞു, മകളെ നമ്മൾ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കും, കൃപാസനത്തിൽ പോകുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, അവിടെ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നീ പഠിച്ച ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ, ബാക്കി മാതാവ് നിനക്ക് കാത്തുകൊള്ളും. അമ്മ വിശ്വാസത്തോടെ പറയണേണെന്നും പറഞ്ഞിട്ട് മകളെ ആശ്വസിപ്പിച്ചു. എക്സാമിന് പോയി വന്ന ക്വസ്റ്റ്യനൊക്കെ എല്ലാ പിള്ളേർക്കും പഠിച്ച ക്വസ്റ്റ്യനെല്ലാം വന്നത്. എല്ലാ പിള്ളേരും കരച്ചിലായി എന്നെ വിളിച്ചിട്ട്. എക്സാം എഴുതുന്ന ദിവസം ഞാൻ ഇന്ന് കൃപാസനത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഞങ്ങളെല്ലാവരും തോറ്റു പോകും, ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം വന്നത്. അപ്പം ഞാൻ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് ഞാൻ കാശ് രൂപം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ നല്ല മാർക്കോടെ തന്നെ പാസ്സാവും, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോഴേക്കും എല്ലാവരും നല്ല മാർക്കോടെ തന്നെയാണ് പാസ്സായത്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മകൾക്കും കൂട്ടുകാർക്കും ഉണ്ടായത്. അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ, ഞങ്ങൾ ഒരു ഫിഷർമാനാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾക്ക് ചീനവല, ചൈനീസ് വലയെന്ന് പറയും, ഞങ്ങൾക്ക് വടതിലെ തന്നെ ചീനവലയാണ്. ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മെയ് മാസം വരെയാണ്. ഒരു 2-3 കൊല്ലമായിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം കുറവാണ്, നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ആ ഡിസംബർ ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് വലയിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ പോലും സമയമില്ല. അതിന് മാത്രം മത്സ്യങ്ങളാണ് വന്നു കയറുന്നത്. ഡെയിലി 30 കിലോ 40 കിലോ മത്സ്യങ്ങൾ, കരിമീൻ, പിലോപ്പി, അതുപോലെ എല്ലാ മത്സ്യങ്ങളും വന്ന് കയറുകയും നമ്മൾക്കൊരു ഷോപ്പുണ്ട്, പാർട്ട്ണർഷിപ്പിലാണ് ഷോപ്പ് ചെയ്യണത്. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ഈ മീൻ എല്ലാം തീർന്നു പോവുകയും ചെയ്യും. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നേക്കണത്. കാരണം ഒരു 5 മാസം 3 മാസം വരെയൊക്കെ നമുക്ക് വലക്കയിൽ ജോലി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ള മാസങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പാണ്, ജോലിയില്ല. ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം
ഇന്ന് വരെ ഇപ്പോഴും എൻ്റെ ഭർത്താവ് അവിടെ വല വലിച്ചുകൊണ്ടിരിക്കണേണ്. മത്സ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ടാണ് അമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അനുഗ്രഹമാണ് അമ്മ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ്. ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് കൊണ്ട് വലക്കയിലൊക്കെ തൂകും, വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ മാതാവിൻ്റെ അനുഗ്രഹവും ആ ഉപ്പിൻ്റെ ഒരു അനുഗ്രഹവും കൊണ്ട് മാതാവ് ഞങ്ങൾക്ക് അനവധി അനുഗ്രഹങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത്ര മത്സ്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അപ്പോൾ പറഞ്ഞു, എന്ത് വേണം നീ പറഞ്ഞു, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് എത്രയോ ആൾക്കാരാണ് വഴിയരിയിൽ ഭക്ഷണം പോലും ഇല്ലാതെ ഇരിക്കുന്നത്. നമ്മൾക്ക് ഫുഡ് പാചകം ചെയ്ത് വഴിയരിയിൽ എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ 4-5 വട്ടമായി ഞാൻ തന്നെ ഫുഡ് പാചകം ചെയ്യുകയും നല്ല കറികൾ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് 2 വീലറിന് ഞങ്ങൾ 2 പേരും കൂടി കൊണ്ടുപോയി വഴിയരികിൽ ഭിക്ഷക്കാർക്കും എല്ലാവർക്കും കൊണ്ട് പൊതി അഴിച്ചു കൊടുത്ത് ഭക്ഷിക്കാൻ കൊടുക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞ്, നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹവും അതുപോലെ നമ്മുടെ മാതാവിനെ എല്ലാവരും അറിയണം. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് കൃപാസനത്തിൽ കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞു, നീ ആൾക്കാരെ കണ്ടെത്തിക്കോ, നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ഓരോരുത്തരെ ഫോണിൽ വിളിക്കുകയും വീട്ടിൽ ചെന്ന് കാണുകയും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ വന്നാൽ മാത്രം മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ഒരു ടെമ്പോ ട്രാവലറിന് ഒത്തിരി അംഗങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ഉടമ്പടി എടുക്കുവാനും അവരെന്നെ കണ്ടപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും സാധിക്കുകയുണ്ടായി. എനിക്കൊരു ഷോപ്പുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിൽ കച്ചവടം വളരെ കുറവായിരുന്നു. ആദ്യകാലങ്ങളിൽ നല്ല കച്ചവടം ഉണ്ടായി. പിന്നീട് നമ്മൾക്ക് പണിക്കാർക്ക് കൊടുക്കാനുള്ള സാലറി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ അതും വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് വണ്ടിമേൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ പുറം ഭാഗം നന്നായിട്ട് വേദനിക്കുമായിരുന്നു. ഞാൻ മാസ്ക് വെച്ചുകൊണ്ടാണ് ഒന്ന് വണ്ടിമേൽ നിന്ന് എഴുന്നേൽക്കണം. അല്ലാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിൻ്റെ ആ വേദനയുടെ ഒരു എക്സ്പ്രഷൻ മറ്റുള്ള ആളുകൾ കാണും. അത്രയ്ക്ക് വേദനയാണ്. വണ്ടിമേൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഒരു കുറവുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ മരുന്ന് ഈ തൈലം ഉണ്ടായിട്ട് പോലും ഞാൻ അത് മനസ്സിലാക്കാതെ ഈ മരുന്നിന് പോയത് കൊണ്ടായിരിക്കാം എനിക്ക് വേദന മാറിയില്ല. പിന്നീട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ മരുന്നൊന്നും കഴിക്കുന്നില്ല, ഞാൻ ഈ തൈലം പുരട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. തൈലം പുരട്ടി ഒരാഴ്ച പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഇപ്പോൾ വേദനയൊന്നുമില്ല. ഒത്തിരി മരുന്നുകൾ കഴിച്ചാണ് തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വേദനകളൊന്നുമില്ല. ഇതുപോലെ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ടൊരു വീടില്ല. ചേട്ടനും അനിയനും കൂടി ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീടാണ് താഴെയും മുകളിലുമായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ മകൾക്ക് 18 വയസ്സായി, ഇനിയെങ്കിലും ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വെക്കുവാനോ ഒരു സാഹചര്യം ഒരുക്കി നീ തരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥിച്ചെങ്കിലും നമുക്ക് അതെങ്ങനെ ചെയ്യും, എങ്ങനെ നടത്തുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ പ്രാർത്ഥിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബ്രോക്കർ വന്ന് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 35 ലക്ഷത്തിൻ്റെ വീടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞ്, നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഇപ്പോൾ അഡ്വാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പേടിയുമില്ലാതെ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ വീട്ടുമെന്നുള്ള ഒരു പേടിയുമില്ലാതെ ഞാൻ ഒരു 7 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. കരാർ എഴുതി. ആ വീട് എനിക്കിനി സ്വന്തമാകും, 2 മാസത്തിനുള്ളിൽ തന്നെ സ്വന്തമാകും. ലോണാണ് എങ്കിലും അത് അടക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അമ്മ മാതാവ് എന്നെ സഹായിക്കും, എൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ആ വീട് വാങ്ങിയിരിക്കുന്നത്. എന്ത് പറയുമ്പോഴും എൻ്റെ അമ്മയോട് ഞാൻ അനുവാദം ചോദിക്കും, അമ്മേ വേണോ, എന്നെ നീ നിരാശപ്പെടുത്തരുത്, ഞാനിത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കാൻ ഇടവരരുത്, നീ എന്നെ സഹായിക്കണം, നീ എൻ്റെ കൂടെ വരണം. അതുകൊണ്ട് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അഡ്വാൻസ് കൊടുത്താൽ മതി, പിന്നീട് ബാലൻസ് പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അഡ്വാൻസ് പോകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ താല്പര്യപ്രകാരമാണ് എനിക്ക് ആ അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും. അങ്ങനെ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും 20 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഒരു വീടിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം ചിന്തിക്കാനുള്ള
ഒരു ആസ്തി ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചിന്തിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അമ്മയോട് പറയും എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ ഇപ്പുറത്ത് തന്നെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. അമ്മ ഉണ്ടെങ്കിലേ എനിക്ക് അതിന് എന്തും ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് എന്ത് ചെയ്യാനും ഇപ്പോൾ ഒരു പേടിയില്ല. ഞാൻ മകളോട് പറയും, നീ എന്തിനാ പേടിക്കണം? അപ്പം ഇതിന് ഇടയിലൊരു കാര്യം മറന്നുപോയി. മകൾ എക്സാമിനൊക്കെ നല്ല മാർക്കോടെ ജയിച്ചപ്പോൾ മകൾ പറഞ്ഞു, അമ്മേ എനിക്കും പോയി ഉടമ്പടി എടുക്കണം, കാരണം മാതാവാണ് എന്നെ രക്ഷിച്ചേക്കണത്. കാരണം ഇത് ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ടാവും, അസൈൻമെൻറ്റുകൾ. ഒരു 10 പേജ് 12 പേജ് എഴുതി അസൈൻമെൻറ്റ് മിസ്സിനെ കൊണ്ട് കാണിക്കുമ്പോൾ എല്ലാ പിള്ളേർക്കും ഒരു വെട്ടിട്ട് കൊടുക്കും, രണ്ടാമത് എഴുതി കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളുടെ മാത്രം ഇതുവരെ അനീറ്റ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കും, പൊയ്ക്കുമെന്ന് പറയും. അപ്പം മോള് പറയും, അമ്മേ മാതാവ് ഭയങ്കരമായിട്ട് ഇടപെടണേണ്, എൻ്റെ പേപ്പർ നോക്കാറ് പോലുമില്ല, അങ്ങനെ ടിക്ക് ചെയ്തിട്ട് നീ പൊയ്ക്കുമെന്ന് പറയും. ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ നോക്കിയിട്ട് രണ്ടാമത് എഴുതണമെന്ന് പറയും. ശരിക്കും മാതാവാണ് എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ ചെയ്തു തന്നത്. എൻ്റെ മോൾ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്, പുറകിലോട്ട് മാറി നിൽക്കുക എല്ലാ കാര്യത്തിനും. പക്ഷേ അവളെ മുന്നിലോട്ട് മാതാവ് നയിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം ആരോട് എന്ത് പറഞ്ഞാലും എൻ്റെ ഭർത്താവാണെങ്കിലും ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഉപ്പ്, കാശുരൂപം ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഭർത്താവ് എല്ലാവർക്കും വിതരണം ചെയ്യുകയും കൃപാസനം പത്രം എല്ലാം എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവരും കൃപാസനത്തിലേക്ക് പോകാനായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവും ഏറ്റവും വിശ്വാസത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഡെയിലി 3-4 സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതെല്ലാവർക്കും അയച്ചു കൊടുക്കും. അവരിലേക്കും ഇതെത്താൻ വേണ്ടിയാണ്. അതുപോലെ വിശുദ്ധ കുർബാനയിലും ബൈബിൾ വായനയിലൊക്കെ സജീവമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും എനിക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം കാരുണ്യ പ്രവർത്തികൾ ചെയ്തതിലൂടെയാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ആദ്യം കുറച്ച് ഒരു ആമാന്തത്തിലാണ്. പിന്നീട് ഞാൻ ഭർത്താവിനോട് എന്തായാലും കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ അനുഭവങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുകയാണ്.